our tour.1961 എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയോധ്യയിൽ നിന്നും റോഡ് മാർഗം പ്രയാഗ്രാജിലെത്തിയ ഞങ്ങളുടെ ട്രാവലർ വൈകുന്നേരം 7 മണിക്ക് അതിഭയങ്കര തിരക്ക് മൂലം ഒരു 25 കിലോമീറ്റർ അപ്പുറം വെച്ച് നാഷണൽ ഹൈവേയിൽ പോലീസുകാർ ബ്ലോക്ക് ചെയ്തു. എല്ലാ വണ്ടികളും അവിടെ നിർത്തുന്നു. ഞങ്ങളുടെ ഡ്രൈവർ ഒരു സമർത്ഥനായത് കാരണം കൊണ്ട് ചില ഊടുവഴികളിലൂടെ അദ്ദേഹം ഞങ്ങളെ കഷ്ടിച്ചൊരു 15 കിലോമീറ്റർ സഞ്ചരിച്ച് പ്രയാഗ്രാജിനടുത്തെത്തിച്ചു. പിന്നെയുമുണ്ട് ബാക്കി 10 കിലോമീറ്റർ. ഇവിടെ നിന്ന് ബൈക്കിൽ ഒരാളുടെ പുറകിലിരുന്ന് 5 കിലോമീറ്റർ സഞ്ചരിച്ചു. ബാക്കി 5 കിലോമീറ്റർ നടന്നാണ് രാത്രി 1 മണിക്ക് ഞങ്ങൾ ത്രിവേണി സംഗമത്തിലേക്ക് പോയത്. ഇപ്പോൾ ഞങ്ങൾ നടക്കുന്നത് ഗംഗാ നദിക്ക് മുകളിലൂടെയുള്ള പാലത്തിലാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. തണുപ്പൊന്നും ഞങ്ങൾ അറിഞ്ഞതേയില്ല. ത്രിവേണി സംഗമത്തിലെത്തിയപ്പോഴേക്കും രാത്രി 2 മണി കഴിഞ്ഞിരുന്നു. മൗനി അമാവാസി ദിവസമാണ് ഞങ്ങൾ അവിടെ സ്നാനത്തിനെത്തുന്നത്. കേരളത്തിൽ നിന്നുള്ളവരെ വളരെ കുറച്ചു മാത്രമേ ഞങ്ങൾക്കവിടെ കാണാൻ സാധിച്ചുള്ളൂ. അന്നേ ദിവസം അവിടെ കണ്ടതിൽ മിക്കവരും നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ളവരായിരുന്നു. ഗംഗ, യമുന, സരസ്വതി, ഇതാണ് ത്രിവേണി സംഗമം. പഴയ അലഹബാദാണ് പ്രയാഗ്രാജ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നോർക്കണം. ഗംഗയ്ക്ക് കുറുകെയുള്ള തീവണ്ടി ഓടുന്ന പാലമാണ് ഈ കാണുന്നത്. ഇവിടെ പല പല സെക്ടറുകൾ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓരോ സെക്ടറിലും ഓരോ അറേഞ്ച്മെൻ്റാണ് ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ പോയി കുളിച്ചത് സെക്ടർ നമ്പർ 4-ലാണ്. ഇത് ഗംഗാ നദിയുടെ തീരത്തുള്ള ഒരു സ്നാനഘട്ടമാണ്. ഈ സ്നാനഘട്ടത്തിൽ ഹരഹര മഹാദേവ എന്ന് പറഞ്ഞ് സ്നാനം ചെയ്യുന്ന ഭക്തജനങ്ങളെ കണ്ടുവോ? പുരാണങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള മന്ദര പർവ്വതം കടഞ്ഞു കിട്ടിയ അമൃത് തുളുമ്പി വീണ സ്ഥലമാണത്രേ ത്രിവേണി സംഗമം. അമൃത് വീഴുന്നത് ഈ പുണ്യദിനത്തിലാണെന്നും ആണ് സങ്കല്പം. ഇവിടെ അന്ന് സ്നാനം ചെയ്യുന്നത് മഹാപുണ്യം. എന്തുതന്നെ ആയാലും വല്ലാത്തൊരനുഭൂതിയായിരുന്നു അന്ന് ഞങ്ങൾക്ക് ലഭിച്ചത്. ഇത് കശ്യപദ്വാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്നാനഘട്ടമാണ്. ഇത്രയും ദൂരം അങ്ങോട്ട് നടന്നിട്ടും കുളി കഴിഞ്ഞ് രണ്ടാമതും തിരിച്ചും ഇത്രയും ദൂരം നടന്നിട്ടും ഞങ്ങൾക്ക് ഒരു ക്ഷീണവും തോന്നിയില്ല. അതിഭയങ്കരമായ മൂടൽമഞ്ഞും തണുപ്പും ഇതിനോടുകൂടി ഉണ്ടായിരുന്നു. മഹാദേവന്റെ അനുഗ്രഹം എന്ന് പറയട്ടെ, ഞങ്ങൾക്ക് യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടും ഒരു ജലദോഷം പോലും ഉണ്ടായില്ല. ഇതെല്ലാം സ്നാനഘട്ടത്തിലേക്ക് പോകുന്ന വഴിയാണ്. വഴിയിൽ അനവധി നാഗസന്യാസിമാരെയും ഞങ്ങൾ കണ്ടു. ഈ സന്യാസിമാരുടെ എല്ലാം അടുത്ത് നിൽക്കുമ്പോൾ എന്തൊന്നുമില്ലാത്തൊരു പവറാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഞങ്ങൾ തിരഞ്ഞെടുത്ത സ്നാനഘട്ടം കുറച്ച് ദൂരെ ആയത് കാരണം കൊണ്ട് കുറച്ചധിക നേരം നടക്കേണ്ടി വന്നു. ഗംഗയുടെ മണൽത്തട്ട് മുഴുവൻ മണ്ണ് വിരിച്ച് അതിനു മുകളിൽ ഇരുമ്പിൻ്റെ ഷീറ്റ് വിരിച്ചിട്ടാണ് നടവഴി ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ ലൈറ്റുകളെ കൊണ്ട് ഒരു മായാലോകം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. 144 കൊല്ലത്തിലൊരിക്കൽ സംഭവിക്കുന്ന ഈ മഹാകുംഭമേള ഇനി ഞങ്ങളുടെ ലൈഫിലോ ഞങ്ങളുടെ മക്കളുടെ ലൈഫിലോ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിൽ പങ്കെടുക്കാനും
അവിടെ പോയി സ്നാനം ചെയ്യുവാനും പറ്റിയത് മഹാഭാഗ്യം. നോക്കൂ, രാത്രി 2 മണി 2:30 മണി ഈ സമയത്ത് കൊടും തണുപ്പിൽ ആണ് ഞങ്ങൾ ഈ നടക്കുന്നത്. തണുപ്പൊന്നും അറിയുന്നതേയില്ല. കുംഭമേളയ്ക്ക് ഗവൺമെൻറ് ചെയ്തിട്ടുള്ള അറേഞ്ച്മെൻറ്റ് പ്രശംസനീയം തന്നെയാണ്. അത് അവിടെ പോകുമ്പോൾ നമുക്ക് നേരിട്ട് മനസ്സിലാവും. ഇത് പഠിക്കാനും ഇതിനെപ്പറ്റി മനസ്സിലാക്കാനും അനവധി ഫോറിനേഴ്സിനെയും ഞങ്ങളവിടെ കണ്ടു. കേരളത്തിലുള്ളവർ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി പോയപ്പോഴേക്കും കുംഭമേള അവസാനിക്കാറായി. പ്രയാഗ്രാജിൽ ഞങ്ങൾ ഒരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിരുന്നു. സ്നാനഘട്ടത്തിൽ സ്നാനം ചെയ്തു കഴിഞ്ഞ് തിരിച്ച് ഇത്രയും ദൂരം നടന്ന് ഹോട്ടലിൽ എത്തി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നീടൊന്നും കഴിച്ചില്ല. ഇത്രയും ദൂരം സ്നാനം ചെയ്യുവാൻ നടന്നു പോയിട്ടും സ്നാനം കഴിഞ്ഞ് തിരിച്ച് അത്രയും ദൂരം നടന്നിട്ടും ഞങ്ങൾക്ക് ഒന്നും ക്ഷീണം ഒട്ടുമുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ ത്രിവേണി സംഗമത്തിൽ എത്തിച്ചേർന്നു. നമുക്ക് നടക്കാതെ തോണിയിലും മറ്റും 500 രൂപ കൊടുത്താൽ ത്രിവേണി സംഗമത്തിനടുത്ത് വരെ എത്തിച്ചു തരും അവർ. പക്ഷേ ഞങ്ങൾ നടന്നാണ് പോയത്. ഇതാണ് ത്രിവേണി സംഗമം, ഗംഗ യമുന സരസ്വതി സംഗമം. ഇപ്പോൾ ഞങ്ങൾ സ്നാനഘട്ടത്തിനടുത്തെത്താറായി. ഇതാണ് സ്നാനഘട്ടം. സ്നാനം ചെയ്യുന്നവർ ഒഴുക്കിൽ പെടാതിരിക്കാനോ ഒഴുകിപ്പോവാതിരിക്കാനോ ഉള്ള പ്രൊട്ടക്ഷനെല്ലാം അവർ വളരെ ഭംഗിയായി ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ലൈഫ് ഗാർഡിൻ്റെ ആൾക്കാരെയും ഞങ്ങൾ അനവധി പേരെ അവിടെ കണ്ടു. ഞങ്ങൾ സ്നാനത്തിനിറങ്ങിയപ്പോൾ കഷ്ടിച്ച് ദേഹത്തിൻ്റെ പകുതി ഭാഗം വരെയായിരുന്നു വെള്ളം ഉണ്ടായിരുന്നത്. ഹിമാലയത്തിലെ ഐസുരുകി ഗംഗാനദിയിലൂടെ ഒലിച്ചു വരുന്ന വെള്ളത്തിന് രാത്രി 3 മണിക്ക് ഹരഹര മഹാദേവ എന്ന് പറഞ്ഞ് സ്നാനം ചെയ്യുമ്പോൾ മറ്റൊരു ജന്മം കിട്ടിയ പോലുള്ള അനുഭവമായിരുന്നു. ഇതെല്ലാം സ്നാനം ചെയ്യുന്ന ഭക്തജനങ്ങളാണ്. OurTour.1961 എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഇനിയും അനവധി വീഡിയോകൾ കാണാം. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ. ഞങ്ങളോടൊപ്പം സ്നാനം ചെയ്ത് നിങ്ങളെ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.